ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവധിക്കാലങ്ങളിൽ 2 ബ്രേക്ക്ഫാസ്റ്റുകളാണ്. നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയ 2 ബ്രേക്ക്ഫാസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അര കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. 1/2 കപ്പ് ക്യാരറ്റ് ചീയെടുത്തതാണ്. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. 1/2 കപ്പ് കാബേജ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു സബോള നൈസായി അരിഞ്ഞത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 പച്ചമുളക് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇഞ്ചി കൂടി അരിഞ്ഞത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ചതച്ച ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില. ഇനി ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. 2 മുട്ട നമ്മളിതിലേക്ക് അടിച്ചൊഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഞാൻ ഈ കലക്കുന്നത് പോലെ ഇതേപോലെ വെള്ളമൊഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നല്ല ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. ഒരു 1/2 ടീസ്പൂണ് ഓയിൽ നമ്മൾക്ക് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് കുറേശ്ശെ ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ആംപ്ലേറ്റ് പരുവത്തിൽ നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് മുട്ടയൊക്കെ കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് പച്ചക്കറികളും അതേപോലെ തന്നെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർക്ക് അറിയ പോലുമില്ല ഇത് മുട്ട ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇതൊരു ഓംലേറ്റ് മാതിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അടി നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി അടി ഇതേപോലെ മൊരിഞ്ഞു നമ്മൾ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ദഹനത്തിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും സഹായിക്കുന്നു. ഇത് സ്കിന്നിനും കണ്ണിനും വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഈ ഓംലേറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉടനെ തന്നെ നമുക്ക് കാണാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് നമ്മൾ 1 കപ്പ് വെള്ളം ഇതിൽ കലക്കി വയ്ക്കുകയാണ്. 5 മിനിറ്റ് നേരം നമ്മളിത് കലക്കി വയ്ക്കുകയാണ്. ഇതൊന്ന് കുതിർന്ന് വരുന്നത് വരെ വയ്ക്കാം. അങ്ങനെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇനി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് അധികം നമുക്ക് നേരം ചെലവില്ല, അധികം സാധനങ്ങളും വേണ്ടില്ല. ഇത് വന്നിട്ട് ജോലി തിരക്കുള്ളവർക്കൊക്കെ വേഗം തന്നെ നമുക്ക് ഇത് അടിച്ചെടുത്ത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി കുറച്ച് മുളക് പൊടി ആണ് ഇട്ടിരിക്കുന്നത്. മുളക് ചതച്ച പൊടിയാണ്. ഇനി നമ്മൾ 1 ടീസ്പൂണ് ജീരകം പൊടിയാണ് ഇട്ടിരിക്കുന്നത്.
കുറച്ച് കറുത്ത എള്ള് ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ ഇതേ കട്ടിയിൽ നമ്മൾ കലക്കിയെടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നാട്ടിൽ പത്തിരിയൊക്കെ ചുടുന്നത് പോലെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി കലക്കി നമ്മൾക്ക് ഇതേ പരിവാക്കി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് നമുക്ക് കോരി ഒഴിക്കാം. ഇനി ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഇതേമാതിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് അത് 2-3 കയ്യിൽ വീതം ഇതേമാതിരി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കുറച്ച് മല്ലിയില നമ്മളതിൻ്റെ മുകളിലേക്ക് തൂളി കൊടുക്കുകയാണ്. അതേപോലെ കുറച്ച് മുളക് ചതച്ച് വെച്ച മുളകും കൂടി കുറച്ച് നമ്മൾ മേലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതൊരു അടപ്പ് വെച്ച് 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ആവിയിൽ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് എല്ലാനും ഇതേപോലെ കോരി ഒഴിച്ച് എടുക്കാം. ഇത് വന്നിട്ട് എനർജിക്ക് വേണ്ടിയും അതേപോലെ ദഹനത്തിനും അതേപോലെ തന്നെ പ്രതിരോധത്തിനും ഇത് വളരെ നല്ലതാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.